Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Ma'am, prayer start ചെയ്യട്ടെ. Okay. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, നിൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. മാടവും പൂവണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എന്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്റെ കരത്തിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. ഗുഡ് ആഫ്റ്റർനൂൺ, മാം. Good afternoon. Thought of the day. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, friends. Life is like riding a bicycle. To keep your balance, you must be moving on. Thank you, ma'am. രേവതി ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? ഇല്ല മാം, ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ എന്റെ മോന് വയ്യായിരുന്നു, അവൻ്റെ ഹോസ്പിറ്റലായിരുന്നു. Okay. മാം, ഇന്ന് എനിക്കത് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കയറാത്തോണ്ട് എനിക്ക് പോസ്റ്റർ കാണിക്കാൻ പറ്റിയില്ല മാം. Okay, കാണിക്കാം കേട്ടോ. പറയാം. ഈ സൈനിൽ ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. പ്രശസ്തനായ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഒരു പ്രചോദനാത്മക കഥ. ലളിതമായ മലയാളത്തിൽ. വിജയത്തിലേക്കുള്ള പറക്കൽ. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ കടൽ തീരം ചേർന്ന് കിടക്കുന്ന ചെറിയ ഗ്രാമത്തിലാണ് അബ്ദുൽ കലാം ജനിച്ചത്. പണമില്ലാത്ത വീടായിരുന്നു അത്. പിതാവ് ബോട്ടുകൾ നിർമ്മിച്ച് ചെറിയ വരുമാനം നേടി. എന്നാൽ ഒരു സ്വപ്നം മാത്രം കലാമിനെ എല്ലാ ദിവസവും ഉണർത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ആകാശത്തിൽ പറക്കുന്ന യന്ത്രങ്ങൾ നിർമ്മിക്കണം. സ്കൂളിൽ പഠിക്കുമ്പോൾ കലാമിന്റെ സയൻസ് അധ്യാപകൻ ജലാലുദ്ദീൻ ഒരിക്കൽ റോക്കറ്റ് മോഡൽ കാണിച്ചു പറഞ്ഞു, ആകാശം പരിധിയല്ല, അതാണ് തുടക്കം. ആ വാക്കുകൾ കലാമിന്റെ മനസ്സിൽ തീപിടിച്ച സ്വപ്നമായി. വീട്ടിൽ പണമില്ല. പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങാൻ തുച്ഛം പോലും അധികമുണ്ടായിരുന്നില്ല. കലാം പത്രങ്ങൾ വിൽക്കുകയും ചെറിയ ജോലികൾ ചെയ്യുകയും ചെയ്തു. രാത്രി മുഴുവൻ പഠിച്ച് പകൽ മുഴുവൻ ജോലി. പക്ഷെ ഒരിക്കലും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം
കലാം ISROയിലേക്കും തുടർന്ന് DRDOയിലേക്കും ചേർന്നു. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3യുടെ വിജയത്തിൽ കലാം നിർണായക പങ്കുവഹിച്ചു. അവന്റെ ആത്മവിശ്വാസം അന്നത്തെ പ്രസിദ്ധമായ ഒരു വാക്കിൽ പ്രതിഫലിച്ചു: സ്വപ്നങ്ങൾ ഉറക്കം വരുമ്പോൾ കാണുന്നതല്ല, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. തന്റെ ലാളിത്യം, കരുണ, ദേശസ്നേഹം all made him പീപ്പിൾസ് പ്രസിഡന്റ്. കുട്ടികളോടുള്ള സ്നേഹവും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആവേശവും ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിച്ചു. കലാം നമ്മോട് പറയുന്നത് ശ്രമം നിർത്തരുത്, പരാജയത്തെ ഭയപ്പെടരുത്. അതാണ് വിജയത്തിന്റെ പാത. വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനായി നിരന്തരം പ്രവർത്തിക്കുക. നമ്മുടെ ആരംഭം ചെറുതായാലും നമ്മുടെ സ്വപ്നങ്ങൾ വലിയതാകാം. അതിൽ സാക്ഷാത്കരിക്കാൻ മുന്നോട്ടു പോകുന്ന ധൈര്യവും പരിശ്രമവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സൈനിങ് റസ്മിന. Thank you, ma'am. Okay, very good. Very good afternoon to all. Good afternoon. Good afternoon. എന്താണ് സുഖം എല്ലാവർക്കും? സുഖം. എന്നത്തെ പോലെ ഇന്നും സുഖം അല്ലെ? അതെ. അതെ. അപ്പോ കലാം എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഉറങ്ങാതിരിക്കുമ്പോ കാണുന്നതാണ് സ്വപ്നം എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അതെ, ഉറങ്ങാതെ കാണുന്നതാണ് സ്വപ്നം, മറ്റേത് ഫാന്റസി മാത്രമാണെന്ന് പറയാം. ഫാന്റസിയാണ് അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ നല്ലൊരു സൈനിങ് ആയിരുന്നു കേട്ടോ റസ്മിന. ഇതേപോലെ എന്തെങ്കിലും നല്ല കോട്സുകൾ അല്ലെങ്കിൽ കഥകളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എല്ലാവരും അതൊന്ന് ശ്രമിക്കണം. പിന്നെ വേറെ എന്താണ് പുതിയതായി എന്തെങ്കിലും വിശേഷങ്ങൾ? ഇവിടെ ഒരു കുട്ടിക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഒന്ന് പാടിക്കോട്ടെ? ആരാണ്? അത് അനിയന്റെ കുട്ടിയാണ്, ധ്രുവാന്ന പേര്. ഒന്ന് പാടിക്കോട്ടെ? പാട് പാടി. പാട് പാടിക്കോളൂ. ഓക്കെ, പോയി പോയാ? ആ പോയി മാം. എത്ര വയസ്സുണ്ട് ആൾക്ക്? ആൾക്ക് 3.5 വയസ്സായി. അംഗനവാടി പോകണ്ടേ. ഇന്ന് മടിയായിട്ട് പഠിക്കണം. ഓക്കെ, പോയിക്കോ ഇനി. ആള് പോയോ? ആ പോയി മാം. അംഗനവാടി. ആൾക്ക് ഇങ്ങനെ പേടിയൊന്നുമില്ല അല്ലെ പാടാനായിട്ട്? ഇല്ല, ആള് എക്സ്ട്രോവേർട്ട്. എക്സ്ട്രോവേർട്ട് ആണ്. ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയ എക്സ്ട്രോവേർട്ടിനെയൊക്കെ? അറിയാത്ത ആൾക്കാരൊക്കെ പോയി സംസാരിക്കും, വഴി കൂടെ പോണവരോടൊക്കെ. ശരി, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പ്രോഗ്രാംസ് ആൻഡ് വേരിയസ് ആൻഡ് വാല്യൂസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് 7th ചാപ്റ്ററിലെ. നമ്മൾ എവിടെ വരെ പറഞ്ഞു? കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് പറഞ്ഞു അല്ലെ? അതെ, കൾച്ചറൽ ആൻഡ് ആണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. Citizenship training program. Pupil may be imparted advocate training in citizenship and other civic virtues. എന്താ രവതി? കാണിച്ചു. ഇനി കാണിക്കാൻ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു കേട്ടോ. പോസ്റ്റർ കാണിക്കാനുള്ളവരുണ്ടെങ്കിൽ. കാണിക്കാമോ? കാണുന്നില്ല രവതി, ബ്ലർ ആയിട്ട് നിൽക്കണം. ചുരുണ്ട് പോണത് മടക്കി വെച്ചിരിക്കായിരുന്നോ? മൈക്ക് ഓഫ് ആണ്.
മൈക്ക് ഓഫ് ആണ്. ഞാൻ ബോർഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ചുരുണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ബോർഡ് ചെയ്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. മോണ്ടയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇതിനെ ഷെയർ ചെയ്യും ചിലപ്പോൾ. ഓക്കെ, ശരി. ഒന്നുകൂടി കാണിക്കാമോ? ക്ലിയർ ആയില്ല. ഓക്കെ, മുകളിലൊരു പിക്ചർ, താഴെ എന്താ കൊടുത്തിരിക്കുന്നത്? താഴെ എന്താ? താഴെ പോസ്റ്റ് ആണ് മാം. ഓക്കെ, യെസ്, ഓക്കെ, വെരി ഗുഡ്. പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് വന്നിട്ട് അതില് നമ്മൾ ചെടി കയ്യിലാണല്ലോ കയ്യിലാണല്ലേ? കയ്യില്. അതെ, വെരി ഗുഡ്. ഫസ്റ്റ് മുകളില് എർത്തിന്റെ പിക്ചറാണ്. ഓക്കെ, മനസ്സിലായി. അത് കണ്ടു, താഴെ കാണാൻ പറ്റുന്നില്ല ചോദിച്ചു. ഓക്കെ, ഇനി ആരെങ്കിലും പോസ്റ്റ് കാണിക്കാനുണ്ടോ? മിക്കവരും കാണിച്ചെന്ന് തോന്നുന്നതാണ് അല്ലെ? നിങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ വൈവയുടെ സമയത്ത് അതൊക്കെ നമുക്ക് കാണിക്കാനുള്ളതാണ്. ഓക്കെ, മോണ്ടിസോറിയിൽ ഉണ്ടാക്കുന്ന നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ സേഫ് ആയിട്ടുള്ള പ്ലേസിൽ സൂക്ഷിച്ചു വെക്കുക. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ഏതൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കുകയാണെന്ന് ഹറിബറിയായിട്ട് തപ്പേണ്ടി വരരുത്. ഓർഡർ ചെയ്തങ്ങ് വെക്കും. വേണമെങ്കിൽ ഒരു ലേബൽ ചെയ്ത് വെച്ചു, ഏതൊക്കെ സാധനങ്ങൾ. റെക്കോർഡ്സ് ആണ് റെക്കോർഡ്സിന് ഒരു ലേബല്, ചാർട്സിലാണ് ചാർട്സ്, അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. യെസ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ്. പർപ്പസ് എന്താണ് അതിന്റെ പർപ്പസ്? കുട്ടികളിൽ എന്ത് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ സ്കൂളിൽ ഒരു രാജ്യത്തിന്റെ പൗരനാന്നുള്ള ഒരു ബോധം ഉണർത്താൻ വേണ്ടിയിട്ട്. യെസ്, പൗരത്വ ബോധം ഉണർത്തുന്നതാണ് അല്ലേ? ഓക്കെ, അത് മാത്രമാണോ? രാജ്യത്തിനോട് എന്തെങ്കിലും ഒരു കടപ്പാടുണ്ടാവുക ആ ഒരു സമയത്ത്? അതെ, അവര് രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാനും, പിന്നെ രാജ്യത്തിന്റെ ഇപ്പൊ അസംബ്ലി ഒക്കെ നടത്തുന്നില്ലേ സ്കൂളില്, ഫ്ലാഗ് പ്രസന്റ് ചെയ്യുന്നത്, പ്രതിജ്ഞ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടികളിൽ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുമ്പോൾ അതിന്റെ വാല്യൂവും കാര്യങ്ങളെല്ലാം കുട്ടികൾ മനസ്സിലാക്കുമല്ലോ. അത് മാത്രമല്ല മാം, അവർക്കൊരു അവരുടെ രാജ്യത്തിനോട് ഒരു ബിലോങ്ങിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അവര് ആ ഒരു രാജ്യത്തിന്റെ ഒരു പീപ്പിൾ ആണ്, ഒരു തോട്ട് അവരുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റെഗുലർലി ഓർഗനൈസിംഗ് സ്കൂൾ അസംബ്ലി, hosting the national flag and signing the national anthem, singing the national anthem. എന്താ പറയുന്നത്? റെഗുലർ ആയിട്ട് എന്ത് കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? അസംബ്ലി അല്ലേ? അസംബ്ലി നിസ്സാരമായ ഒരു പ്രൊസീജിയർ അല്ല അല്ലെ? അതായത് പല വാല്യൂസ് അതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ കമ്മ്യൂണിറ്റി പ്രെയർ പറഞ്ഞപ്പോൾ തന്നെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു അസംബ്ലിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഫസ്റ്റ് സ്കൂള് ഫംഗ്ഷൻ ആരംഭിക്കുന്നത് തന്നെ നല്ലൊരു പ്രയോഗം കൊടുക്കുന്നത്. അങ്ങനെ നല്ലൊരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾ എന്താണ് റെഗുലർലി ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ആ ഒരു കോമ്പൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് നമ്മൾ അവരെ ആനയിച്ച് കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് തന്നെ അതെന്താണ്? എല്ലാവരും ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകളിൽ അസംബ്ലീസ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അസംബ്ലിയുടെ ആദ്യമാണ് അവസാനമാണ് നമ്മൾ നാഷണൽ ആന്തം പറയുന്നത്. നാഷണൽ ആന്തം എപ്പോഴാണ് നമ്മൾ പാടുന്നത്? അവസാനമാണ് നമ്മൾ നാഷണൽ ആന്തം പാടി സല്യൂട്ട് ചെയ്തതിനു ശേഷം അത് ഡിസ്പേഴ്സ് ചെയ്യുന്നത് അല്ലെ? ആ അസംബ്ലി നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുന്നത് അവസാനമാണ്. ഓക്കെ, ഇത് ഡെയിലി അല്ലെ? ഒരു വർക്കിംഗ് ഡേയ്സിൽ കംപ്ലീറ്റ് നമ്മളിത് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് അസംബ്ലീസ് കണ്ടക്ട് ചെയ്യുന്നതോടുകൂടി കുട്ടികള് എല്ലാ ദിവസവും നാഷണൽ ഫ്ലാഗിനെയും അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാകയും ദേശീയ ഗാനത്തെയൊക്കെ അവർ ആദരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓരോ ദിവസം അല്ലെങ്കിൽ ആ നാഷണൽ ആന്തത്തിൽ പറയുന്ന ഓരോ വേർഡ്സ് സെന്റൻസുകളെല്ലാം തന്നെ കുട്ടികളിലേക്ക് പലതരത്തിലുള്ള ഇൻസ്പിറേഷൻസ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അത്തരം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സിറ്റിസൺഷിപ്പ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം? ഓർഗനൈസിംഗ് മോക്ക് പാർലമെന്റ്, ഡിബേറ്റ്സ് ഓൺ ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ്. മോക്ക് പാർലമെന്റ്, നമ്മൾ പാർലമെന്റ് കണ്ടിട്ടുണ്ടാവും അല്ലെ? പാർലമെന്റിലെ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടല്ലേ നമ്മളെ ന്യൂസിലൊക്കെ?
അതേ സിറ്റുവേഷൻസ് തന്നെ നമുക്ക് സ്കൂളിൽ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലൊക്കെയായിരിക്കും നടത്തപ്പെടുന്നത് അല്ലെ. സോഷ്യൽ സയൻസ് ക്ലബ്ബുകളായിരിക്കും ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മോക്ക് പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ പാർലമെന്റ് എങ്ങനെയാണോ അവിടെ ഏതൊക്കെ അംഗങ്ങളുണ്ട്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ക്ലാസ് മുറിയിൽ സെറ്റ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ സയൻസ് ക്ലബിലുള്ള കുട്ടികൾ തന്നെയായിരിക്കും ഉള്ളത്. അതിലെ ടീച്ചേഴ്സും ആയിരിക്കും അതിനെ മുൻതൂക്കം കൊടുക്കുന്നത്. ഇവരവിടെ ഡിബേറ്റ്സുകൾ അല്ലെങ്കിൽ മറ്റു സംവാദങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നു. എന്തിനെ കുറിച്ചിട്ടുള്ള ഡിബേറ്റ്സുകളാണ് ഇവിടെ ഉൾപ്പെടുന്നത്? ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രോബ്ലംസ്, നാഷണൽ ആയിട്ടും ലോക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ പറ്റിയിട്ട് കുട്ടികളില് ചെറിയ രീതിയിലെങ്കിലും അവയർനെസ് ഉണ്ടാവുന്ന തരത്തില് ഒരു ഡിബേറ്റ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിലൂടെ എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്? കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നു, സൊസൈറ്റിയിൽ എത്ര പ്രോബ്ലംസ് നടക്കുന്നുണ്ട്, അതൊരു ചെറിയ കുട്ടികൾ എന്ന നിലയിൽ അവർക്ക് എങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ആ ഡിബേറ്റ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ടീച്ചർ ഉണ്ടായിരിക്കും, ഹെഡ് ടീച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസുകൾ നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സിറ്റിസൺഷിപ്പ് കുട്ടികളിലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഏതൊക്കെ ക്ലാസ് മുറിയിലായിരിക്കും ഈ ഒരു രീതിയിലുള്ള പ്രോഗ്രാംസുകൾ നമുക്ക് ഉൾപ്പെടുത്താം? അങ്ങനെ ഏതൊക്കെ ക്ലാസ്സിലായിരിക്കുമല്ലോ? സെവൻത്ത് തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് എടുക്കാം അല്ലെ. സെവൻത്ത് തുടങ്ങി ഹൈസ്കൂൾ സ്റ്റാൻഡേർഡിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് അല്ലെ. ബാക്കി ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഇത്തരം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അസംബ്ലീസിൽ മാത്രം അവർ ഉൾപ്പെടുത്താനേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെസ്റ്റിവൽസിലൊക്കെ കുട്ടികളെ പ്രോഗ്രാംസ് ചെയ്യിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് കുറച്ചും കൂടി വലിയ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന പ്രോഗ്രാംസുകളാണ്. ഓക്കെ, then arranging trip to place of cultural, religious and historic importance. Arranging trip to places of cultural, religious and historic importance. എന്താ പറയുന്നത്? നമുക്ക് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന പ്രോഗ്രാമാണ് ട്രിപ്സ് അല്ലെ. ഒരു ട്രിപ്പ് പോവുക അങ്ങനെയുള്ള പ്ലേസുകളിലേക്ക്. ഹിസ്റ്റോറിക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് റിലീജിയസ് ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസിലേക്ക് ആയിരിക്കും നമ്മുടെ കുട്ടികളെ ആ ട്രിപ്പ് കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് കാലം എന്തായിരുന്നു അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹിസ്റ്റോറിക് പ്ലേസസിന്റെ ഇമ്പോർട്ടൻസ് അവിടെ എന്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഒരു തലമുറയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, പ്രൊസീജിയേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ് അവ എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത്, അതൊക്കെ അവർക്ക് റിയൽ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ചരിത്രപരമായ വസ്തുതകളുടെ അതുപോലെ അവര് മാം ബുക്കിൽ കുറച്ച് പഠിക്കുമല്ലോ, ആ പഠിക്കുന്ന അവർക്ക് ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടെ നോളജ് കിട്ടും. അത് ഹിസ്റ്ററി സബ്ജക്ട്സിലും അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ആ പഠിച്ച ചരിത്രരേഖകളിൽ അതേ സിറ്റുവേഷൻസ് ഇപ്പൊ നമ്മളിപ്പോ ഹിൽ പാലസ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് അല്ലെങ്കിൽ ഇവിടെ പാളയം കൊട്ടാരം ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ കുട്ടികളെ കൊണ്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, കുട്ടികൾ അത് ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പഴശ്ശിരാജയുടെ കുടീരങ്ങള്, അതിനുള്ള പ്ലേസസ്, ഡെക്കൽ കോട്ട, ഇതൊക്കെ കുട്ടികൾ റിയൽ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ അവരെന്താണ് നേരിട്ട് കാണാണ്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഭയങ്കര നല്ല രീതിയിലൊരു കൗതുകം നമുക്കാണ്. ഓക്കെ, പിന്നെന്താണ് അവർ പഠിച്ച വസ്തുതകളിലൂടെ കുട്ടികൾക്ക് അത് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള കുട്ടികളുടെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ട്രിപ്പ് പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇതേപോലത്തുള്ള സിറ്റിസൺഷിപ്പ് പ്രോഗ്രാംസ്, സിറ്റിസൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം പ്രോഗ്രാംസുകൾ സ്കൂളുകളിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, മ്യൂസിയം അല്ലെങ്കിൽ മറ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലേസസുകൾ. ഓക്കെ, സെലിബ്രേറ്റിംഗ് പണ്ടൊക്കെ നമ്മളെ സ്കൂളിൽ നിന്ന് പാർലമെന്റ് കാണിക്കാനും ഒക്കെ കൊണ്ടുപോകായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ കൊണ്ടുപോക്കലും ഒന്നുമില്ല. മറ്റേത് സ്കൂളിൽ നിന്ന് സിനിമ കാണാൻ പഴശ്ശിരാജ, ഞങ്ങളുടെ സമയത്തൊക്കെ പഴശ്ശിരാജ കാണിക്കാൻ കൊണ്ടുപോകായിരുന്നു. എല്ലാ പ്രോഗ്രാംസ് ഇപ്പോഴും ഉണ്ടല്ലോ. ട്രിപ്സ് കൂടുതലാണ്, കുറച്ചും കൂടി ട്രിപ്സ് ഒക്കെ ഇപ്പൊ കുറച്ചും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഫിലിംസ് ഉൾപ്പെടുത്തുന്നില്ല എന്ന് തോന്നുന്നു. ഫിലിംസ് ഇപ്പൊ ഓൾറെഡി അവർ വീട്ടിൽ അല്ലെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോട് കാണുന്നുണ്ട്. അല്ലാതെ എല്ലാ ഹിസ്റ്റോറിക് പ്ലേസസിലും കുട്ടികളെ കൊണ്ട് ടൂർ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? സെലിബ്രേറ്റിംഗ് നാഷണൽ ഫെസ്റ്റിവൽസ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ എക്സെട്ര. ഗാന്ധി ജയന്തി, അതായത് എല്ലാത്തരം നാഷണൽ ഫെസ്റ്റിവൽസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. എസ്പെഷ്യലി ഇൻഡിപെൻഡൻസ് ഡേ ഏറ്റവും കൂടുതൽ നമ്മൾ ഓഗസ്റ്റ് 15-നാണ് അത് ആഘോഷിക്കുന്നത് അല്ലെ.
അതേപോലെ തന്നെ എല്ലാത്തരം ഫെസ്റ്റിവൽസും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽസ് കുട്ടികളിലൂടെ ആഘോഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ആഘോഷങ്ങൾ നടക്കുന്നത്? അവർക്ക് സോഷ്യൽ അവയർ പിന്നെ അതന്നെ പറയൂ. എല്ലാ രീതിയിലുള്ള ഫെസ്റ്റിവൽസും മനസ്സിലാക്കാനും കൂടിയല്ലേ. സ്കൂളിലാവുമ്പോ എല്ലാ രീതിയിലും അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂലേ, ഏതൊക്കെ രീതിയിലുള്ള എല്ലാ ഫെസ്റ്റിവൽസ് രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത്. അല്ലെ, ഇൻഡിപെൻഡൻസ് റിപ്പബ്ലിക് ആണെങ്കിലും മറ്റ് എൻവയോൺമെന്റ് ഡേ ആണെങ്കിലും ഒക്കെ എന്താണ് ഓരോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കുട്ടികളൊന്ന് തിരിച്ചറിയാം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ആ ഒരു ദിവസങ്ങൾ അവർ പല പല പ്രോഗ്രാംസുകൾ അവരെ കൊണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എൻവയോൺമെന്റ് ഡേ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്താണ് അന്നത്തെ ദിവസം ജൂൺ 5 അല്ലേ എൻവയോൺമെന്റ് ഡേ എന്നാണ്, പരിസ്ഥിതി ദിനം ജൂൺ 5. പലതരം പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ കുട്ടികൾ ശരിക്കും വളരെ യൂണിറ്റ് ആയി കോർപ്പറേഷൻസ് പോലത്തുള്ള വാല്യൂസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അവരപോലെ അറിയാതെ തന്നെ. അതേപോലെ തന്നെ നമ്മുടെ ഗാന്ധി ജയന്തിയിൽ നമ്മൾ ആഘോഷിക്കുന്ന മറ്റൊരു പ്രോഗ്രാം ആണ് എന്താ, ഒക്ടോബർ 2 നമ്മുടെ സ്കൂളുകളിലെ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാം സേവനവാരം എന്ന് പറയും അല്ലേ നമ്മളാ. ഓക്കെ, എന്താണ് അവിടെ സ്കൂളുകളിൽ എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? പരിസരങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. സ്കൂൾ പ്രിമൈസസുകളും സ്കൂൾ കോംപ്ലക്സുകളൊക്കെ നമ്മള് കുട്ടികളെ കൊണ്ട് ടീച്ചേഴ്സ്മാർ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ക്ലീൻ ചെയ്യണം അല്ലെ. ക്ലീൻ ചെയ്തതിനു ശേഷം അതിനുശേഷം നമ്മൾ ഒരു ഉച്ചഭക്ഷണം ഉണ്ട് അല്ലെ, എല്ലാവരും കൂടെ ഒരുമിച്ച് തയ്യാറാക്കുന്ന ഒരു ഭക്ഷണശാലയിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയാണ് മിക്ക സ്കൂളുകളിൽ അത് കൊണ്ടാടാറുള്ളത്. ഓക്കെ, നമ്മളുടെ ഇവിടെ സ്കൂളുകളിലൊക്കെ കപ്പ ഉണ്ടാവും. കപ്പയില്ല, നിങ്ങൾക്ക് അറിയാമോ കപ്പ? കിഴങ്ങ് അറിയാം. കപ്പ, പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ എപ്പോഴും ഒരു ചെറിയ മഴ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഭയങ്കര സുഖമാണ് അത് കഴിക്കാൻ. നല്ല ചൂട് കപ്പയും നല്ല കട്ടൻ കപ്പയായിരിക്കും ഇവിടെ തരാം. ഞങ്ങളുടെ സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് ഈ സ്കൂൾ അത് തന്നെയാണ്, തൊട്ടടുത്ത സ്കൂളാണ്. അവിടെ ഇപ്പോഴും അതൊക്കെ തന്നെ ആഘോഷിക്കാറുണ്ട്. അത് തന്നെയായിരിക്കും ശരിക്കും. അതൊക്കെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു രസമാണ് അല്ലെ. അതുപോലെ ജൂൺ ഈ പ്ലാന്റിന്റെ ഒക്കെ തൈകള് വിതരണം ചെയ്തിരുന്നു. ജൂൺ 5 നമ്മള് അന്നാണ് ഒരു ചെടി നടുന്നതല്ലേ എല്ലാവരും. കുറെ നാള് നടാതെ ഒരു ചെടി തന്നെ എല്ലാവരും. ഓക്കെ, സെലിബ്രേറ്റ് ചെയ്യുന്നത് കുട്ടികളിലെ ഇത്തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് സ്കൂളിൽ നടത്തപ്പെടുന്നത്. ഇനി ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എസ്റ്റാബ്ലിഷിംഗ് ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എസ്റ്റാബ്ലിഷിംഗ് ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിരിക്കും അത്? എന്ത് പ്രോഗ്രാംസ് ആയിരിക്കും അത്? ഈ സാഹിത്യ സമാജം പോലത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കാനാണോ? അറിയില്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കേൾക്കുന്നതിനാണ്. അതായത് ഒരു കൂട്ടായ്മ, ഒരു കൂട്ടം പേര് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നമ്മ സൊസൈറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പ്രീ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കുറച്ച് എമൗണ്ട് എല്ലാരും കൂടി പറ്റുന്ന രീതിയിൽ കുറച്ചായിട്ട് ചെയ്തിട്ട് സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ, അല്ലെങ്കിൽ സ്കൂളിലുള്ള കുറച്ച് കുട്ടികൾ ചിലപ്പം പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന കുട്ടികളുണ്ടല്ലോ, എല്ലാവർക്കും ഒരുപോലെ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടി എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതായിരിക്കാം കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ട് സഞ്ചയിക എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ? കുട്ടികളിലെ സമ്പാദ്യശീലം കൊണ്ടുവരാനായിട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. 10 രൂപയായാലും 5 രൂപയായാലും 1 രൂപയായാലും സഞ്ചയികയിൽ കൊണ്ടിടുന്ന, പിന്നെ അത് ക്ലാസ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു തുകയായി മാറും അത്. അതെ, അതിന് പണ്ട് ചെറിയ പാസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പച്ച കളറില്. അത് ശരിക്കുണ്ടായിരിക്കും. അപ്പൊ അതില് കുട്ടികൾ അവരുടേതായി കിട്ടുന്ന പൈസ, അതിൽ എന്താണ് ഇതിന്റെ ശരിക്കും പറഞ്ഞ ഇമ്പോർട്ടൻസ്, അവർക്ക് അവരുടെ സമ്പാദ്യശീലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് സ്കൂളിൽ ഇത്തരത്തിലുള്ള ക്ലബ്സുകൾ രൂപീകരിക്കുന്നത്. മാത്രമല്ല ഈ ഫണ്ടുകൾ അവർ പല രീതിയിൽ ഉപയോഗിക്കണം അവർക്ക് അല്ലെ. അതായത് ഇപ്പൊ സ്കൂൾ ഓപ്പണിങ്ങിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൂർ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാംസ് വരുന്ന സമയത്ത് ഇപ്പൊ മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താണ് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഇതിലുള്ള ഇതിലുള്ള കുറച്ച് പൈസ കൊണ്ട് കുട്ടികൾ അത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ പഠിച്ച സമയത്തൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും രാഷ്ട്രത്തിന് പോക്കറ്റ് മണി ഉണ്ടായില്ലേ അല്ലേ? നമ്മുടെ കാലഘട്ടമൊന്നും അല്ല.
മോന്റെ സ്കൂളിലൊക്കെ ഉണ്ട് നമ്മള് ഇപ്പോഴും. നമ്മളൊക്കെ 1 രൂപ കിട്ടാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 1 രൂപ 5 രൂപയൊക്കെ കണ്ടുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു സമയമുണ്ട്. പണ്ടത്തെ 5 രൂപയില്ല, നമ്മൾ 5 രൂപയുടെ കട്ടിയുള്ള കോയിൻ 10 രൂപയൊക്കെ കിട്ടിയാൽ നമ്മൾ കാത്താവാണല്ലേ. 10 1 രൂപ രൂപ കിട്ടി കിട്ടാൻ കഴിഞ്ഞാൽ വേണ്ടി ഒരുപാട് കരഞ്ഞ ദിവസങ്ങളുണ്ട് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. 25 പൈസകൾ 50 പൈസ അതൊക്കെ കൂട്ടി വെച്ച് പിന്നെ ഒരിടക്കാണ് 2 രൂപയുടെ കോയിൻ ഇറങ്ങിയത് അല്ലെ. 2 രൂപ ഇറങ്ങിയ ഒരു സമയത്ത്. പിന്നെ 5ന്റെ നോട്ട്, പച്ച കളറിലായ നോട്ട് ഇറങ്ങിയില്ല ഒരു സമയത്ത്. നമ്മുടെ സമയത്തിന് ഒരു 5 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഫുൾ ഫില്ലാണ് മാം. കാരണം 2 രൂപയുടെ 2 ബ്രൂവിന്റെ കോഫി പാക്കറ്റ് വാങ്ങിച്ച് സൺഫീസിന്റെ ഒരു 3 രൂപയുടെ പാക്കറ്റും വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 രൂപയ്ക്ക് ഫില്ലായി. അതൊരു കാലഘട്ടം. 10 പൈസ 5 പൈസന്റെ മുട്ടായി ഉണ്ടാവില്ലേ, ചെറിയ മുട്ടായികള്, വിക്സ് മുട്ടായികള്, പാരഗന്റെ കുക്കീസ്, അതൊക്കെ കഴിച്ചവരാണല്ലേ. 50 പൈസന്റെ ജ്യോതി അച്ചാറ്, ഇതൊക്കെ നൊസ്റ്റാൾജിയല്ലേ. ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ ആ ജ്യോതി അച്ചാർ ഉണ്ടെങ്കിൽ എന്റെ സാറേ വേറെ ഒന്നും വേണ്ട. കൊത്തിയാവണല്ലോ. നിങ്ങള് കഴിക്കാത്തവരോട് പറയാൻ, കഴിച്ചിട്ടില്ലെങ്കിൽ ജ്യോതി എന്നുള്ള അച്ചാറുണ്ടായിരുന്നു. ഗ്ലാസ്സില് രണ്ട് നാരങ്ങ അതിൽ ഉണ്ടാവുള്ളൂ, കുറച്ച് ഗ്രേവി പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മതിയോട് ഒരു ഫുൾ ചോറ് കഴിക്കാൻ എന്ത് രസമെന്ന് അറിയോ. ഇപ്പൊ ആ ഒരു ടേസ്റ്റിലൊന്നും അത് കിട്ടുന്നില്ല കേട്ടോ. അത് നമ്മള് പയറ് വാങ്ങിക്കാണ്ട് ഈ ജ്യോതി അച്ചാറ് വാങ്ങിച്ചിട്ട് കഞ്ഞി കുടിച്ച എത്രയോ ദിവസമുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള സംഭവം. എല്ലാരും കൂടി ഇരുന്ന് ഭയങ്കര കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഉച്ചയ്ക്ക് 50 പൈസ രൂപ മതി നമുക്ക് ആ അച്ചാറിന് അല്ലെ. ഡയറക്ടറോടൊക്കെ ചോദിച്ച് നമ്മള് 50 പൈസ ഉണ്ടാ 25 പൈസ ഉണ്ടാ ചോദിച്ച് നമ്മളത് എങ്ങനെയാണ് ഉച്ചയ്ക്കുള്ളിലൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് പോയത് വാങ്ങിച്ചുകൊണ്ട് കഴിക്കുന്നത്. സ്കൂളിൽ അന്നത്തെ ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല രസമായിരുന്നു. അതൊക്കെ ഒരു കാലം അല്ലെ. ഇനി അങ്ങനെ ഒരു കാലഘട്ടങ്ങളൊന്നും ഇല്ല നമ്മുടെ ജീവിതത്തിൽ അല്ലെ. ഇല്ല, അതൊക്കെ പലപ്പോഴും സത്യം പറഞ്ഞ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അന്നൊക്കെ ചെറിയ കാര്യത്തിന് 5 രൂപ 10 രൂപയ്ക്കകത്ത് വരുന്ന സാധനത്തിന് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പൊ എന്താണ് കയ്യിലുണ്ടെങ്കിലും ഒരു ഹാപ്പിനെസ് ഇല്ല സത്യം പറഞ്ഞു. കാരണം എല്ലാം ഭയങ്കര ഡ്രസ്സൊക്കെ നമ്മൾ എപ്പോ തോന്നുന്നു അപ്പൊ പോയി എടുക്കുന്നു. മറ്റേ പറഞ്ഞ ഒരു 2 ടൈം, ഒരു ഇയറിൽ ഒരു 2 ടൈം, അതേ ഒരു വലിയൊരു ഹാപ്പിനെസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പ കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാം വാങ്ങിച്ചിട്ടും ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ മുഖത്ത് വരില്ല. അതെ, ശരിയാണ്. നമുക്കിനി അതെല്ലാം ഓർമ്മകളാണ് നമ്മുടെ അല്ലെ. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരെ അറിയണം. മനസ്സിലാക്കില്ലെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞിരിക്കട്ടെ. അറിഞ്ഞിരുന്നാല് പിന്നീട് കുറെ വർഷം കഴിയുമ്പോൾ പിന്നീട് അവർ ഇതിനെപ്പറ്റി ചിന്തിക്കും. കാരണം അവർക്ക് കിട്ടാതായിരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയെന്ന് അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അവർ ആലോചിക്കും. ആ സമയത്തെ മനസ്സിലാവും. ഇപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അറിയാൻ പറ്റില്ല. പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അതേപോലെ ഒരു സമയം വരുമ്പോൾ അവര് പല കാര്യങ്ങളും തിരിച്ചറിയും. അമ്മ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ആ ഒരു സമയത്താണ് നമ്മളും അങ്ങനെയല്ലേ. നമ്മള് ഒരു സമയം എത്തിയപ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ തലമുറകളാണെന്ന് വിചാരിക്കും അല്ലെ. നല്ല എല്ലാ കാലഘട്ടവും നമുക്ക് ഉണ്ടായിരുന്നു. അതെ, 3 കാലഘട്ടം നമുക്ക് കിട്ടി. ആ കാലഘട്ടം കിട്ടി, ഇപ്പോഴത്തതും കിട്ടി, അതിന്റെ നടുവിലുള്ളതും കിട്ടി. എല്ലാം എന്ത് വരും എന്നുള്ളത് അറിയില്ല അല്ലെ. ഇനി എന്താവും അറിയില്ല. അതെ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞതാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ സംഘടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസുകളാണ് കേട്ടോ. ഈ പ്രോഗ്രാംസിന്റെ പേരുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് എന്താ, സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. Social service programs. Social service activities promote social belongingness, social cohesion, and social well-being. The following activities may be organized for the purpose. Okay, social service programs. എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് വളരെ താല്പര്യമായിരിക്കും സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ. കാരണം എന്താണ്, അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ആ ഒരു കൊഹേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കെട്ടുറപ്പോടെ അല്ലെ, ഒരു സഹോദരത്തോടെ സഹകരണ മനോഭാവത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യുക. അവിടെ ഒരു മതമോ ജാതിയോ അല്ലെങ്കിൽ ഏതാണോ വലുതാണോ ചെറുതാണോ ആണാണോ പെണ്ണാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. സൊസൈറ്റിയുടെ റിലേറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇവിടെ എല്ലാവരും എന്താണ്, ഒരുമിച്ചാണ്. ആരെയും തന്നെ മാറ്റി നിർത്തപ്പെടുന്നില്ല അല്ലെ. നമ്മളൊരു സൊസൈറ്റി റിലേറ്റഡ് പ്രോഗ്രാംസ് വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു കമ്മ്യൂണിറ്റിയില് നമ്മൾ ഭക്ഷണം വിളമ്പാന്ന് വിചാരിക്കും.
വരുന്ന ആൾക്കാർ മുഴുവൻ നമ്മുടെ കൂടെ ചേരും അല്ലെ, വിളമ്പാൻ വേണ്ടിയിട്ട് ഭക്ഷണം അങ്ങിൽ കൊടുക്കാനായിട്ട് അവർ കൂടെ ചേരും. അവിടെ ഒന്നും ആരും മാറി നിൽക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? സോഷ്യൽ സർവീസ് ആയതുകൊണ്ട് അല്ലെ. അവിടെ ആർക്കും നിബന്ധനകളില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല, ആർക്ക് വേണമെങ്കിലും എന്താണ് ഈ സർവീസസിൽ പങ്കെടുക്കാം. അത് തന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? Organization of literacy campus in rural areas and slum areas. Rendition of voluntary service during local festivals. Organizing camps for highlighting the importance of environmental hygiene. Then participating in minor creation works in outside the school like laying out link roads, gardens and whitewashing, etc. Then organizing public recognition campaigns, environmental pollution, AIDS, evils of dowry, etc. എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഫസ്റ്റ് വരുന്നത്? ഓർഗനൈസേഷൻ ഓഫ് ലിറ്ററസി ക്യാമ്പസ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് സ്ലം ഏരിയാസ്. എന്ത് പ്രോഗ്രാം ആണത്? അതായത് അക്ഷര വിദ്യാഭ്യാസം കൊടുക്കുന്നത് ചേരി പ്രദേശങ്ങളിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള അക്ഷരങ്ങൾ വരെ അറിയാത്ത കുട്ടികൾക്ക്, ആൾക്കാർക്ക് വേണ്ടിയിട്ട് അക്ഷര വിദ്യാഭ്യാസം നൽകുന്ന ക്യാമ്പ്. പ്രദേശങ്ങളും ചേരി പ്രദേശങ്ങളും ചേരി പ്രദേശങ്ങളും കോളനികളൊക്കെ. റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമപ്രദേശമാണോ? ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഗ്രാമപ്രദേശങ്ങൾ അതേപോലെ തന്നെ തെരുവുകൾ അല്ലെ. സ്ലംസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? തെരുവോരങ്ങളിലുള്ള ആൾക്കാരാണ്. ഇതൊക്കെ എന്താണ്? അക്ഷരത ലിറ്ററസി കുറവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള കുട്ടികളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി അവർക്ക് സാക്ഷരത ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ലിറ്ററസി ക്യാമ്പുകൾ അല്ലെ, കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിറ്ററസി ക്യാമ്പ്സുകൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അത് എന്തിന്റെ ഭാഗമായിട്ടാണ്? സോഷ്യൽ സർവീസ് പ്രോഗ്രാംസുകളായിട്ടാണ് നമ്മൾ അതിന് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, വളരെ നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, യെസ്. ദെൻ അടുത്തത് എന്താണ്? റെന്റേഷൻ ഓഫ് വോളണ്ടറി സർവീസ് ഡ്യൂറിംഗ് ലോക്കൽ ഫെസ്റ്റിവൽസ്. നമ്മൾ ഓരോ പ്രോഗ്രാംസിൽ കുറെ വോളണ്ടിയർമാരെ കാണാറുണ്ട് അല്ലെ. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളണ്ടിയേഴ്സ് ഹെൽപ്പ് എന്ത് കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ കൂടെ കൂട്ടുന്ന ആൾക്കാരെയാണല്ലോ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. വോളണ്ടിയേഴ്സ് അതായത് പ്രത്യേകിച്ച് ലോക്കൽ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെ, സ്കൂൾ എന്താ പറയാ ഉത്സവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ നടക്കുന്ന സമയത്ത് കുറെ പേരെ നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കുറെ സപ്പോർട്ടേഴ്സ് എന്ന നിലയിൽ കുറെ കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. കലോത്സവങ്ങൾ നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും അല്ലെ, വോളണ്ടിയർമാരുണ്ടാവും. കലോത്സവത്തിന്റെ ഭാഗമായിട്ട് അവരെ ആ സ്കൂളിന്റെ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണങ്ങള്, വെള്ളം അല്ലെങ്കിൽ മറ്റ് റിഫ്രഷ്മെന്റ് പ്രോഗ്രാംസ് ഇതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു കൂട്ടം കുറെ കുട്ടികള് ആരൊക്കെയോ നിയമിച്ചതായിരിക്കാം അല്ലെ, ആരൊക്കെയോ പറഞ്ഞിട്ട് അവർ വന്നിരിക്കുന്നത്. പക്ഷെ ആരും നിർബന്ധിച്ചിട്ട് വന്നതല്ല ആ ഒരു വോളണ്ടിയർ എന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ നിന്നിട്ടുണ്ടോ വോളണ്ടിയർ ആയിട്ട്? ആരെങ്കിലും വോളണ്ടിയർ സർവീസ് ചെയ്തിട്ടുണ്ടോ? അതെ, സ്കൂൾ പ്രോഗ്രാംസിനൊക്കെ നിന്നിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അതും ഒരു സോഷ്യൽ സർവീസസ് ആണ്. ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് ആയിട്ട് എല്ലാവരും കൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ആ പ്രോഗ്രാംസിന് വിജയത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതും ഒരു സൊസൈറ്റിക്ക് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ കുറെ പിള്ളേരൊക്കെ എനിക്ക് തോന്നുന്നു NCC അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് ഇതിലൊക്കെ വരുന്നല്ലാതെ ചില കുട്ടികൾക്ക് അതിന് വലിയ താല്പര്യമില്ല. മിക്കതും എന്താണ്, ഇപ്പൊ നമ്മൾ പഠിച്ച കാലഘട്ടത്തെക്കാളും വ്യത്യസ്തമാണ് ഇങ്ങനെ വർക്കിനൊക്കെ വരാനായിട്ട് കുട്ടികൾ. എന്താന്ന് വെച്ചാൽ കുറെ പേരുകൾ ഇൻട്രോവേർട്ടുകളായിട്ട് മാറിയിരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരൊന്നും എന്താണ് ഇത്തരം പ്രോഗ്രാംസിലേക്ക് മുന്നോട്ട് വരുന്നില്ല. പക്ഷെ അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്. രണ്ടു തരം ആൾക്കാരുണ്ട്. കുറച്ചും കൂടി എന്താ പറയാ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത്തരം സർവീസസിനോട് കൂടുതൽ പ്രമോട്ട് ചെയ്തു വരും. സ്കൗട്ട് ആൻഡ് ഗൈഡ് പിന്നെ SPC പോലുള്ള കുട്ടികളൊക്കെ ആയിരിക്കും സ്കൂളുകളിൽ ഇത്തരം പ്രോഗ്രാംസ് വരുമ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? ഓർഗനൈസിംഗ് ക്യാമ്പ്സ് ഫോർ ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ. ഇനി അടുത്ത പ്രോഗ്രാംസ് നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാം? എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? എൻവയോൺമെന്റ് ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ. എൻവയോൺമെന്റിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ അല്ലെങ്കിൽ ക്യാമ്പ്സുകൾ ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. സ്കൂൾ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്കൂളുകൾ ഇങ്ങനെ പരിസ്ഥിതി ക്ലബ്ബ് അല്ലെ, എൻവയോൺമെന്റൽ ക്ലബ്ബ്, സയൻസ് ക്ലബിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതും ഒരു സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് എന്താണ്? പാർട്ടിസിപ്പേറ്റിംഗ്
minor creation works in and outside the school like laying of rainproofs, gardens and whitewashing etc. എന്താണ് മൈനർ ക്രിയേഷൻസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വർക്ക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഔട്ട്സൈഡ് വർക്ക് സ്കൂളിന് പുറത്തുള്ള വർക്ക്സുകളാണോ? അതെ മാം, എന്താണ് അവിടെ സ്കൂളിന്റെ ഉദ്ദേശിക്കുന്നത്? ഔട്ട്സൈഡിലുള്ള സ്ഥലത്തൊക്കെ ഉള്ള സ്കൂളിന്റെ ഔട്ട്സൈഡില്, അതായത് ഗാർഡൻ, പിന്നെ ചെറിയ റോഡ്സ്, സ്കൂളിന്റെ സൈഡിലോട്ടൊക്കെ ഉള്ള റോഡ്സ് അങ്ങനെയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയും പിന്നെ കുറച്ച് ചെറുതായിട്ട് വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടിയും ഒക്കെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതെ അതെ, അതും സോഷ്യൽ സർവീസസ് ആണ്. കാരണം നമുക്കറിയാം സ്കൂളിന് പുറത്ത് ഇതേപോലെ ലിങ്ക് റോഡ്സുകൾ ഉണ്ടായിരുന്നു, സ്കൂൾ കണക്ട് ചെയ്ത് വരുന്നത്. അതേപോലെ ചെറിയ ഗാർഡൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മോശമായിട്ടാണ് കിടക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിലെല്ലാം പരിപാലിക്കുന്ന കുട്ടികളെ തന്നെ നമ്മൾ പടം വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വേലിയൊക്കെ വരയ്ക്കാറില്ല നമ്മൾ പടം വരയ്ക്കുമ്പോൾ, ഇങ്ങനെ വൈറ്റ് കളറില് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ആ ഗാർഡനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേലി പോലെയൊക്കെ കിട്ടാറുണ്ട്. ഇങ്ങനെ കുറെ സ്റ്റിക്കുകൾ വെച്ചിട്ട് അതേപോലെ അങ്ങനെയുള്ള സ്റ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാത്തതാണെങ്കിൽ കുട്ടികൾ കൊണ്ട് നമുക്കത് വൈറ്റ് വാഷ് ചെയ്യാൻ, ചിലപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവിടെ വാൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗാർഡന് ചുറ്റും പിക്ചേഴ്സ് ഒക്കെ വരപ്പിക്കാണ് ചെയ്യാം. അപ്പൊ കൂടുതലായിട്ടും എന്താണ് സ്കൂളിന്റെ ചുറ്റുപാട് അല്ലെ, സ്കൂളിന്റെ ഔട്ട് സൈഡ് കുറച്ചുകൂടി ഭംഗിയാവാൻ അല്ലെ, പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്താണ് സ്കൂൾ ഏറ്റവും നല്ല ഫ്ലറിഷ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതും ഒരു സോഷ്യൽ സർവീസസ് തന്നെയാണ്. അപ്പൊ അത്തരം കുട്ടികൾ സ്കൂളിൽ മാത്രമല്ല, സ്കൂളിന്റെ പ്രിമൈസസിൽ മാത്രമല്ല വർക്ക് ചെയ്യേണ്ടത്, ഔട്ട്സൈഡ് സ്കൂളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്താണ് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ അത്തരം പ്രോഗ്രാംസുകൾ നമ്മുടെ സ്കൂളുകളിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വൈറ്റ് വാഷ് എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നിങ്ങൾ വലിയ കാര്യമൊക്കെ വിചാരിക്കേണ്ട, ചെറിയ രീതിയിലുള്ള പെയിന്റിങ്സ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അത്യാവശ്യം ഇപ്പൊ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ 7th സ്റ്റാൻഡേർഡിലുള്ള എല്ലാ കുട്ടികളും ഏബിൾ ആണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെ. നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് നന്നായി ചെയ്യാൻ പറ്റും. വരയ്ക്കാനാണെങ്കിലും പെയിന്റ് ചെയ്യാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവരാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച പോലെയല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അവർ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അത്തരം പ്രോഗ്രാംസുകൾ കൂടി ഇതിൽ വരുന്നതാണ്, സോഷ്യൽ സർവീസിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ഓർഗനൈസിംഗ് പബ്ലിക് റെക്കഗ്നിഷൻ ക്യാമ്പയിൻസ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയ്ഡ്സ്, ഈവിൾസ് ഓഫ് ഡവറി എക്സെട്ര. ഇനി നമ്മൾ പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കണം. എന്താണ് പബ്ലിക് റെക്കഗ്നീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്ത് ടോപ്പിക്സുകളാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, അതായത് പബ്ലിക്കിന് എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചില ക്യാമ്പയിൻസ് എല്ലാരും കൂടി ചേർന്ന് മീറ്റപ്പ് ചെയ്ത്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് പൊല്യൂഷൻ വരും അതില്, അതുപോലെ തന്നെ ഈവിൾസ് അഗെയിൻസ്റ്റ് ഡൗറി, അതിന്റെ എല്ലാത്തിലും ഒരു ക്യാമ്പയിൻ സ്റ്റുഡൻസ് എല്ലാരും കൂടെ ചേർന്ന് നടത്തുക. ഓക്കെ, അതായത് നമ്മുടെ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. പ്രത്യേകിച്ച് പബ്ലിക്കിന് റെക്കഗ്നേഷൻ കിട്ടുന്ന തരത്തിലുള്ള ക്യാമ്പയിൻസുകൾ അല്ലെ. അതായത് ഒന്ന് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് പൊല്യൂഷൻസ് വരുന്നുണ്ട് അല്ലെ. എയർ പൊല്യൂഷൻ, എയർ വരുന്നുണ്ട്, സൗണ്ട് പൊല്യൂഷൻ വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള പൊല്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള മെഷേഴ്സുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻസുകൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് എയ്ഡ്സിനെ കുറിച്ച് അല്ലെ, എയ്ഡ്സിന്റെ ദോഷവശങ്ങളെ കുറിച്ച്, അത് വരാതിരിക്കാനുള്ള നമ്മുടെ മുൻകരുതലുകൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കാം. ഈവിൾസ് ഓഫ് ഡവറി, എന്താണ് ഈവിൾസ് ഓഫ് ഡവറി? സ്ത്രീധനം. സ്ത്രീധനം വാങ്ങിക്കണമെന്നാണ് പറയുന്നത്. അല്ല, സ്ത്രീധനം വാങ്ങിക്കണം. എന്താ കൊടുക്കരുത്, വാങ്ങിക്കരുത്, നമ്മുടെ എന്നുള്ളത് ചോദിക്കരുത്, പറയരുത്, ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ. ഇല്ല. കുറ്റകരമാണോ? ഓ, കുറ്റകരമാണ്. സ്ത്രീധനത്തിന്റെ തിന്മകൾ എന്നിവയും മുതലായിട്ടുള്ള അതേപോലെ പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്ന ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കും. ഇതെല്ലാം തന്നെ അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരെയാണ്? ഏറ്റവും കൂടുതൽ കുട്ടികളെയാണ്. കുട്ടികളിൽ ഈ വിഷയത്തിൽ എത്രത്തോളം അവർക്ക് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൂടി നമ്മൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് കുറച്ച് ബേസിക് ആയിട്ടുള്ള സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് മാത്രമേ. ഇതൊന്നുമല്ല, ഒട്ടനവധി പ്രോഗ്രാംസുകൾ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് വരും. അസുഖങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കല്, എന്തോ ഒരു അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മുടെ സീസണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ
അങ്ങനെ ഉള്ള അസുഖങ്ങളെ പറ്റി. പിന്നെ മാത്രമല്ല എന്താണ് നമ്മുടെ മയക്കുമരുന്നിനെ കുറിച്ചിട്ട് അല്ലെ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സബ്സ്റ്റാൻസുകൾ ഉപയോഗിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സുകൾ, അങ്ങനെ ഏത് ടോപ്പിക്സും നമുക്ക് എന്തിലും ഉൾപ്പെടുത്താം, ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുമ്പോൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മള് ഇതിലെ കമ്മ്യൂണിറ്റി മീൽസ് ഉൾപ്പെടുത്താമോ? കമ്മ്യൂണിറ്റി മീൽസ് ഉൾപ്പെടുത്താമോ? ഉൾപ്പെടുത്താലോ അല്ലെ? സോഷ്യൽ സർവീസ് പ്രോഗ്രാം അല്ലേ ഇത്, കമ്മ്യൂണിറ്റി മീൽസ്? അതെ. ഇനി ഇത് കൂടാതെ ഇപ്പൊ നമ്മളിവിടെ 6 പഠിച്ചത്. ഒന്ന്, ലിറ്ററസി ക്യാമ്പുകൾ റൂറൽ ഏരിയാസിലും സം ഏരിയാസിലും സംഘടിപ്പിക്കുക, വോളണ്ടറി സർവീസുകൾ ലോക്കൽ ഫെസ്റ്റിവൽസിൽ കൊടുക്കുക, പിന്നെ എന്താണ് ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് ക്യാമ്പ്സുകൾ, എൻവയോൺമെന്റൽ ഹൈജീനുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ഔട്ട്സൈഡ് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൊണ്ട് പങ്കെടുപ്പിക്കുക, പിന്നെ എന്താണ് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്ന ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുക. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ കൂടാതെ ഒരു 5 നിങ്ങൾ ഒന്ന് കണ്ടെത്തി കൊണ്ടുവരണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. 5 സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് പേരുകൾ മാത്രം മതി, എന്താണ് അവിടെ ചെയ്യുന്നത് മാത്രം എഴുതണം. ഇതേപോലെ തന്നെ കേട്ടോ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലോ എഴുതിയാലും മതി. ഓക്കെ, നമ്മുടെ 7th ചാപ്റ്റർ കംപ്ലീറ്റ് ആണ് കേട്ടോ. 7th ചാപ്റ്ററില് നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ പറഞ്ഞ SUPW എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന എക്സ്പാൻഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഏതാണ് മാം? SUPW സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, എന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. എക്സ്പാൻഷൻ പഠിക്കാം. അതിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയെന്ന് ചിലപ്പോൾ ചോദിക്കാം. എന്തൊക്കെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഡിഗ്നിറ്റി ഓഫ് ലേബർ, കോർപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എക്സാമ്പിൾ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. മോക്ക് ടെസ്റ്റുകൾ തന്നു കഴിഞ്ഞാലും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. കാരണം ടെക്സ്റ്റിൽ നിന്നുള്ള കുറെ ചോദ്യങ്ങൾ, ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ക്ലിയർ അല്ലേ ഈ ചാപ്റ്റർ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ ഇത്? പറയണോ? അല്ലെങ്കിൽ പാർട്ട് 4 വളരെ സിമ്പിൾ ആണ്. പാർട്ട് 3 ആണ് നിങ്ങൾക്ക് പ്രശ്നം. കുറെ പഠിക്കാനുണ്ട്, വലിയ ഭാഗങ്ങളാണ് ടെക്സ്റ്റുകൾ അല്ലെ. പാർട്ട് 3 കണ്ടിട്ടില്ലേ നിങ്ങള്? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പാർട്ട് 3 ടീച്ചർ ആകെ 2 ചാപ്റ്റേഴ്സ് എടുക്കുന്നുള്ളൂ. ടെൻഡൻസീസ് ഓഫ് മാനോ എടുക്കുന്നുണ്ട്, മൂവ്മെന്റ്. അത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ബാക്കി ഷമസ് ആണ് മോണ്ടിസോറി ഏരിയ കംപ്ലീറ്റ് എടുക്കുന്നത്. ആ 2 ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കാറുണ്ട്. ഒരു 5-6 ബാച്ചസിൽ എടുത്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കണ്ടായി കേട്ടോ. അത് കുഴപ്പമില്ല, അത്യാവശ്യം എങ്കിലും പെട്ടെന്ന് ഇത്തരം ടോപ്പിക്സിൽ എടുക്കുന്ന പോലെയല്ല, അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ആ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ട് സീരിയസ്നെസ് കൊടുത്താണ് പഠിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിഫൻസ് മെക്കാനിസം പഠിച്ചപ്പോ 14 തന്ത്രങ്ങൾ അതിൽ പഠിച്ചില്ല നമ്മൾ സൈക്കോളജിയില്. അതേപോലെ തന്നെ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ നമ്മള് മനുഷ്യന് 14 പ്രവണതകളുണ്ട്, 14 ടെൻഡൻസി ഉണ്ട്. മനുഷ്യരിലുള്ള 14 ടെൻഡൻസിനെ കുറിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അത് പഠിക്കാനായിട്ട്. പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനത് വളരെ ക്യാപ്സുളായ രീതിയിൽ പഠിപ്പിച്ചു തരുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ മാത്രമേ നമ്മളത് എടുക്കുകയുള്ളൂ. അത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ടെക്സ്റ്റ് കണ്ടിട്ട് കുറെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒറ്റയടിക്കൊന്നും വായിച്ചൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പല കുട്ടികളില്ലേ, എല്ലാവരും ഒരേ കാപ്പബിലിറ്റി ഉള്ളവരല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ ആ ചാപ്റ്റേഴ്സുകൾ എടുക്കുകയുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് പറ്റുമെങ്കിൽ ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന ഭാഗം ഒന്ന് നിങ്ങൾ എടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അയ്യോ ഇതൊരു മലയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വളഞ്ഞ വഴിയിലൂടെയാണ് അതിൽ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാര്യം എന്താണെന്ന് പഠിച്ചാൽ പോലെ നമുക്ക് കണ്ടന്റ് ആണ് പഠിക്കേണ്ടത്. എക്സ്പ്ലനേഷൻസിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. അതിൽ എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് മാത്രം മതി, കൂടുതൽ വേണ്ട. യെസ്, നെക്സ്റ്റ്
അടുത്തതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. യൂണിറ്റ് 8 സിമ്പിൾ ആണ്. ഗുഡ് മാനേഴ്സ്. What is good manners? എന്താണ് ഗുഡ് മാനേഴ്സ്? നല്ല നല്ല ശീലങ്ങൾ, നല്ല മര്യാദകൾ. മര്യാദകൾ, അല്ലേ? ഏറ്റവും നല്ല കൂടുതൽ പെരുമാറ്റം. വേണ്ടത് കാര്യമല്ലേ ഗുഡ് മാനേഴ്സ് അല്ലെ? ഇത് എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ ബിഹേവിയറുമായി റിലേറ്റ് ചെയ്താണ് വരുന്നത് അല്ലേ? അതെ. ബിഹേവിയറിൽ നിന്നാണ് നമ്മൾക്ക്, നമ്മുടെ ബിഹേവിയർ ആണ് നമ്മുടെ മര്യാദനെ കാണിക്കുന്നത് അല്ലെ? നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ മാനേഴ്സ്. അതെ. പോസിറ്റീവും കാണാൻ പറ്റും, നെഗറ്റീവും കാണാൻ പറ്റും. മാനേഴ്സ് രണ്ട് രീതിയിലുണ്ട് അല്ലെ? നെഗറ്റീവ് മാനേഴ്സും ഉണ്ട്, ഗുഡ് മാനേഴ്സും ഉണ്ട്. നെഗറ്റീവ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് മാനേഴ്സ് ഉണ്ടോ? മോശമായ സ്വഭാവം. മോശമായ പെരുമാറ്റങ്ങളില്ലേ? ഉണ്ട്. നെഗറ്റീവ് മാനേഴ്സ് പറയുമ്പോൾ നല്ല ദേഷ്യം. ശരിക്കും ദേഷ്യത്തെ നമ്മള് ഒരിക്കലും ബാഡ് മാനേഴ്സ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അത് നമ്മളിലുള്ളൊരു സ്വഭാവമാണ്. അത് സിറ്റുവേഷനിലാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത് അല്ലെ? അപ്പൊ ഒരിക്കലും ദേഷ്യത്തിന്റെ പുറകിലുള്ള കാര്യം അറിയാതെ നമുക്കത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇതെല്ലാം സിറ്റുവേഷണൽ ബേസ്ഡ് ആണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ മൂലമാണ് നമ്മളിത് രൂപപ്പെടുന്നത് അല്ലെ? കളിയാക്കലായാലും പുച്ഛമാണെങ്കിലും വെറുപ്പാണെങ്കിലും ഈ എല്ലാ ഇമോഷൻസും നമുക്ക് സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ നമ്മുടെ പെരുമാറ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതും സിറ്റുവേഷൻസ് ആണ് അല്ലെ? ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് എന്തെങ്കിലും ഒരു ആ സാഹചര്യം മാറുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് എന്തായി മാറും? നമ്മൾ വളരെ ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേ ഹാപ്പിനെസ് നമുക്ക് തുടരാൻ പറ്റുമോ? ഇല്ല, അത് പോകും അല്ലെ? എത്രയോ പെട്ടെന്ന് പോകും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ അറിയാതെ പോലെ നമ്മളിൽ നിന്ന് ആ ഹാപ്പിനെസ് പോകും. പക്ഷെ ആ സാഹചര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് പോലെ അക്സെപ്റ്റ് ചെയ്താൽ എന്താണ്? അത് വിട്ട് കളയാണെങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ആ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നമ്മൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തെടുത്താൽ നമ്മളും അതേപോലെ അതിലേക്ക് വിഷമിക്കാനുള്ള സാഹചര്യം. സാഹചര്യങ്ങളാണ് ഗുഡ് മാനേഴ്സും ബാഡ് മാനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് വലിയ കാര്യങ്ങളല്ല, കുട്ടികളിൽ ഉണ്ടാകുന്ന ഗുഡ് മാനേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 3ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട്, പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മാനേഴ്സ് ഏതൊക്കെയാണ്, ബെഡ്റൂം മാനേഴ്സ് ഏതൊക്കെയാണ്, ജനറൽ മാനേഴ്സ് ഏതൊക്കെയാണ്. അങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആണ് കേട്ടോ, ഒന്നുമില്ല അതില്, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വായിച്ച് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിനോട് നമുക്ക് മാനേഴ്സ് കാണിക്കേണ്ട കാര്യമുണ്ടോ? കാണിക്കണം, തീർച്ചയായും കാണിക്കണം. തീർച്ചയായും കാണിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട്സും ഉണ്ടാവില്ല അല്ലെ? ഇല്ല. ട്രൂ ആയിട്ടുള്ള ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനേഴ്സ് കൊണ്ടാണ് നമ്മുടെ കൂടെ അവർ നിൽക്കുന്നത് അല്ലെ? അല്ലാതെ നമ്മൾ എന്തെങ്കിലും നമ്മൾ അവരോട് കാണിക്കുന്ന മാനേഴ്സ് മൂലമാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫ്രണ്ടിനെ സംബന്ധിച്ച് നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമ്മുടെ കൂട്ടുകാരെ നിലനിർത്തണമെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ബിഹേവിയർ ആണ് അല്ലെ? നമ്മുടെ ബിഹേവിയർ എപ്പോഴും അവരോട് പോസിറ്റീവ് എന്നല്ല, അവരോട് നല്ലൊരു സിൻസിയർ ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചാൽ മാത്രമേ കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലെ? അതിപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് ലോങ് ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടാവും. ലൈഫ് ലോങ് റിലേറ്റഡ് ഫ്രണ്ട്സ് അല്ലെ? ചെറുപ്പകാലം മുതൽ ഈ കാലഘട്ടം വരെ ഉള്ളവരുണ്ടാവും ഇല്ലേ? ഉണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും അല്ലെ? ചില സാഹചര്യങ്ങൾ നിങ്ങൾ വഴക്കിടാറുണ്ടാവായിരിക്കും. സ്നേഹത്തിൽ വഴക്കും പ്രശ്നമെല്ലാം ഉണ്ടാവും അല്ലെ? പക്ഷെ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? ബാഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലാണോ? അല്ലല്ല, സ്നേഹത്തോടെ നന്നായിട്ടുള്ള രീതിയിൽ നമ്മള് എങ്ങനെയാണോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അവരും ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മള് മൊത്തത്തില് അവര് വിലയിരുത്തിയിട്ടാണല്ലോ ചൂസ് ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ അവരോട് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമുക്ക് നല്ല ഫ്രണ്ടിനെ കിട്ടുന്നതും. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒരു രീതി അനുസരിച്ച് എനിക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഞാനൊരു ക്ലാസ്സിൽ എനിക്ക് ഇതുവരെ ഒരു ബെസ്റ്റ് ആയിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ അങ്ങനെ എന്താ പറയാ, നമ്മൾ പറയില്ല ചെറുത് മുതല് ഇതുവരെ ഒരു ഫ്രണ്ട്
അങ്ങനെയല്ല, എനിക്ക് ചെറുതിൽ, അതായത് ഞാൻ കളിച്ചു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതിന് മുന്നേ ഒന്നിച്ച് കളിച്ചിരുന്ന ഒരു ബാല്യകാല സുഹൃത്ത് എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് 1 to 7th അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നല്ലാതെ ബെസ്റ്റ് അങ്ങനെ ഇപ്പോഴും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഇല്ല. അത് എല്ലാ ലേഡീസിനും അങ്ങനെയാണോ എന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ്. ഇതുവരെ ഒരു ബെസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം. വ്യത്യസ്തമായിരിക്കും അല്ലെ, എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോ അതെ, ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്, നമ്മളെ എല്ലാ റിലേഷൻഷിപ്പ് പോലെ എല്ലാ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നല്ല സുഹൃത്തുക്കളുള്ള ആൾക്കാരുണ്ട്, നല്ല സുഹൃത്തിന്റെ ഒരു സർക്കിൾ ഉള്ളവരുണ്ട്. അത് അവർ സർക്കിളിലുള്ളവരുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടാണ് ആ സർക്കിൾ ഇപ്പോഴും അതുപോലെ തന്നെ ലൈഫ് ലോങ് നിലനിൽക്കുന്നത്. ഓക്കെ, അതും അവിടെ ആ സർക്കിളിലുള്ള എല്ലാവരുടെയും പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നീണ്ടുപോകുന്നത്. അതിലൊരാളൊന്ന് മോശമായിട്ട് ബിഹേവ് ചെയ്ത് നോക്കൂ, ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സർക്കിളിലേക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പിന്നീട് എത്ര നമ്മുടെ വാക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെ. നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിൽ തോന്നുന്ന സമയത്ത് അനാവശ്യമായ വാക്കുകൾ പറയുമ്പോൾ വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ, പറഞ്ഞ വാക്കുകൾ? ഇല്ല. അതെന്ത് റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ നന്നായി ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ ബാധിക്കും. അത് നമ്മുടെ ഫാമിലി ആയിക്കഴിഞ്ഞാലും ഹസ്ബൻഡ് ആ രീതിയിൽ ഏത് രീതിയിലായി കഴിഞ്ഞാലും നമ്മുടെ ഗുഡ് മാനേഴ്സ് തന്നെയാണ് ആ റിലേഷൻഷിപ്പിന്റെ ആ ഈ ഒരു ബന്ധത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു മാനേഴ്സിന്റെ ഭാഗം ഒന്ന് നോക്കാം. Friend need is a friend indeed. Good friend is a must for everybody. So we have good friends and maintain the friendship even with an empathetic mind. Teachers should assert the importance of good friendship and give some instructions on how to maintain friendship through manners. Okay. ഇവിടെ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സിനെ പോലെയല്ല, കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ട് തലത്തിൽ കാണുന്നവരാണ് എല്ലാവരും അല്ലെ. കാരണം അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് കൂട്ടുകാരുടെ ഇടയിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഇല്ല, ഓപ്പൺ മൈൻഡഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ അവരോട് എപ്പോ എങ്ങനെയായിരിക്കണം, എംപത്തറ്റിക് മൈൻഡോട് കൂടി ആയിരിക്കണം നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അധ്യാപകർക്ക് നിങ്ങൾക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്താണ്, സൗഹൃദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകളിൽ അത് ഉൾപ്പെടുത്തണം. കാരണം എന്താണ്, കുട്ടികൾ അറിയണം ഒരു സുഹൃത്ത് എന്താണ്, ആ സുഹൃത്തിന്റെ വില എന്താണ് ഒരു സുഹൃത്ത്, എങ്ങനെയായിരിക്കണം ആ ഒരു സുഹൃത്തിനെ നമ്മൾ നിലനിർത്തി പോവേണ്ടത്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടികളോട് ആരും ഇൻസ്ട്രക്ട് ചെയ്യണം? നിങ്ങളാണ് കേട്ടോ. നിങ്ങൾ അധ്യാപകരായിരിക്കണം ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം എന്താണ് ഒരു നല്ല ഫ്രണ്ട് അല്ലെ. നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു ഫ്രണ്ടിനോട് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി. ഇതൊക്കെ എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടികൾക്ക്? ചെറിയ ക്ലാസ്സിൽ തന്നെ, ചെറിയ ക്ലാസ്സിൽ പറയണം. നിങ്ങൾക്ക് കണ്ടൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈംസുകൾ കിട്ടില്ലേ, ഫ്രീ ടൈംസുകൾ കിട്ടുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് എന്ത്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ടോപ്പിക്സും ക്ലാസ്സിൽ സംസാരിക്കാം, പക്ഷെ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം ഒരാളുടെ ഫ്രണ്ട് ആയിരിക്കും ലൈഫും ജീവിതത്തിലുടനീളം അയാൾക്കുള്ള ജീവിതത്തിലൊരു ഹെൽപ്പ് ആയിരിക്കും അല്ലെ. പറയാൻ പറ്റില്ല നമുക്ക് ആരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ ഒരു അധ്യാപനം മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ മൂലം ഒരിക്കലും ഒരു ആൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുന്നത്. ഓക്കെ, കുട്ടികൾക്ക് അറിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടുകാരെ എന്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കുഞ്ഞിലേ മുതൽ അല്ലെ, ചെറിയ കാലഘട്ടം നമ്മൾ കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കണം. പിന്നെ മാത്രമല്ല തന്റെ ഫ്രണ്ടിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് സ്വീകരിക്കണം, എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് സ്വീകരിക്കണം ഫ്രണ്ടിനെ നിലനിർത്തണമെങ്കിൽ? ട്രൂ ആയിട്ട് നിൽക്കണം അവരടുത്ത്, ട്രൂ ആയിരിക്കണം അല്ലെ, ചീറ്റ് ചെയ്യരുത് അല്ലെ. അതായത് 3 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മൂന്നാമൻ ഒന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് മൂന്നാമന്റെ കുറ്റം പറയുന്നവൻ നല്ല ഫ്രണ്ടാണോ? അല്ല. അതെല്ലാവരിലും ഉണ്ടല്ലേ ചില സമയങ്ങളിൽ. അതുപോലെ തന്നെ ടോക്സിക് ആവാനും പാടില്ല. ടോക്സിക് ആവാത്ത അങ്ങനെ പിടിവാശിയോ അങ്ങനെ നിർബന്ധങ്ങളോ ഒന്നുമില്ല, റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷെ എന്താണ്, നമ്മള് നല്ല രീതിയിലൊരു എന്താ പറയാ ആൾക്ക് ഇമ്പോർട്ടൻസ്, നമ്മൾക്ക് നമ്മളുടെ ആ ഫ്രണ്ടിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവനൊരു വാല്യൂ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണമെന്ന് അവനും മനസ്സിലാവും. എനിക്ക് മാത്രമേ ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വിലയുള്ളൂ. പക്ഷെ വാല്യൂസ് ഒക്കെ കുട്ടികൾ തിരിച്ചറിയുന്ന എപ്പോഴാണ്, കുറച്ചുകൂടി വലുതാവുമ്പോഴാണ് അല്ലെ. ചെറിയ കാലഘട്ടങ്ങളിൽ അവർക്ക് അത് അറിയില്ല. എങ്കിലും എന്താണ്, നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ
അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. വീട്ടിൽ വന്ന് വിശേഷങ്ങൾ പറയാറില്ലേ, ചേച്ചി ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, അങ്ങനെയാണ്, ഭയങ്കര സന്തോഷമാണ്. അവൾ ഉള്ളത് കൊണ്ടായിരിക്കും ക്ലാസ്സിൽ പോകുന്നത്, അല്ലെ അവൻ ഉള്ളത് കൊണ്ടായിരിക്കും ക്ലാസ്സിൽ പോകുന്നത്. അങ്ങനെയുള്ള കുട്ടികളുണ്ട് അല്ലേ? എന്തെങ്കിലും കിട്ടിയാലൊക്കെ കൂടി ഷെയർ ചെയ്യണം എന്നുള്ള ഒക്കെ പറയാറുണ്ട് ഇവിടെ കുട്ടികൾ. അതെ. അപ്പൊ അവരുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ഇതേപോലെ പെൻസിൽ കൊടുത്തും ചോക്ലേറ്റ്സ് കൊടുത്തും ബുക്സ് ഷെയർ ചെയ്തും കുക്കിംഗ് ഷെയർ ചെയ്തൊക്കെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നു വരുന്നത് അല്ലേ? അതിൽ പരസ്പരം കഥകളും തമാശകളൊക്കെ പറഞ്ഞാണ് ചെറിയ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണം എന്ന് നിങ്ങൾ കൂടി ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം അധ്യാപകരെ ഫ്രണ്ട്ഷിപ്പിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഏൽപ്പിക്കുകയാണ്, സ്കൂളിൽ പോകുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കണം. എന്തിനെ കുറിച്ചിട്ടാണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. എന്നിട്ട് നിങ്ങൾ ഈ ടോപ്പിക് കൊടുത്തിട്ട് നിങ്ങൾ അവരോട് ചോദിക്കണം അല്ലെ, ഫ്രണ്ട്സിന് ഇഷ്ടമാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ മിങ്കിൾ ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് അവരിലേക്ക് ഈ ഒരു സബ്ജക്ട്, ഈ ഒരു ടോപ്പിക്സിന് ഒരു പ്രാധാന്യമുള്ള രീതിയിൽ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. ദെൻ അത് എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് ഫുൾ ഡേ എടുത്താലും അതായത് ഒരു പീരീഡ് കംപ്ലീറ്റ് എടുത്താലും പ്രശ്നമില്ല. കുട്ടികളിൽ നിന്ന് നല്ല റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോന്ന് ഇപ്പൊ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയമില്ലേ, ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊരു ടാസ്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ചെയ്യാമോ? ചെയ്യാം. ചെയ്യാം, ശ്രമിച്ചു നോക്കൂ. അപ്പൊ കുട്ടികളുടെ റെസ്പോൺസ് എന്താണെന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഫ്രണ്ട്സിനോട് താല്പര്യമുണ്ടോ, എന്താണ് അവരുടെ ചിന്താഗതി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റും, ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനെ എന്താണോ തോന്നുന്നത് ക്രിയേറ്റീവ് ആയിട്ട് തോന്നുന്ന ഏത് ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, സമയവും സന്ദർഭങ്ങളൊക്കെ അനുസരിച്ച്. ഓക്കെ, യെസ്. ഇനി ഇതിലുള്ളത് ബാത്റൂം മാനേഴ്സും ബെഡ്റൂം മാനേഴ്സും ആണ്. അതൊന്ന് അടുത്ത ക്ലാസ്സിൽ ഒന്ന് നോക്കിയിട്ട് പോരാ കേട്ടോ, വായിച്ചിട്ട് പോരാ. സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ദെൻ ജനറൽ മാനേഴ്സ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് പേട്ടെ. ഓക്കെ മാം, സൈൻ ഓഫ് ഞാനാണ്. 7 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് ഏതൊക്കെയാണ്? ലോകത്തിലെ 7 അത്ഭുതങ്ങൾ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ താജ്മഹൽ, ചൈനയിലെ വൻമതിൽ, ജോർദാനിലെ പെട്ര, ബ്രസീലിലെ ക്രിസ്തുരക്ഷകൻ, പെറുവിലെ മാച്ചു പിച്ചു, മെക്സിക്കോയിലെ ചിച്ചൻ ഇറ്റ്സ, ഇറ്റലിയിലെ കൊളോസി. ഇതൊക്കെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. Thank you, ma'am. Thank you so much.